എൻ്റെ സ്വന്തം കരിയാപ്പില പറിക്കാൻ എന്തോ ഇൻട്രോ ഹായ് ഫ്രണ്ട്സ്. അതുകൊണ്ട് ഇന്ന് ഞാൻ രസം വെക്കാൻ കരിയാപ്പില പറിക്കാൻ വന്നതാണ്. ഇന്നത്തെ വിവാഹം ഇന്നത്തെ കറി വെക്കാൻ പോകുന്നത് രസം ഹലോ ഗൈസ്, നമുക്ക് ഇന്നത്തെ ഉച്ചയൂണിനുള്ള അതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കറിവേപ്പില പറിക്കാൻ വന്നതെന്ന് പറഞ്ഞിട്ട് വന്നാൽ മതി. കരിയാപ്പില കൊണ്ട് കുറച്ച് ചോദിച്ചു. ചെമന്നുള്ളി അമ്മ ഇങ്ങനെയല്ലേ അരിയണേ? അങ്ങനെ അരിഞ്ഞാൽ മതി. ഇത്ര നീളം മതിയല്ലോ. മതി. ചെമന്നുള്ളി അമ്മ ഇവിടെ എന്താ ഉണ്ടാക്കാൻ പോണേ? ഞാൻ രസം പച്ചമുളക്, ജീരകം, കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾപ്പൊടി. രസം നിങ്ങൾ കൂട്ടി നോക്ക് അപ്പോൾ അറിയാം ഇതിൻ്റെ ഗുണം. ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ടുള്ള പയർ മെഴുക്കുവരട്ടിക്കുള്ള പയറൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതാണ് ഉദ്ദേശം. പിന്നെ നമ്മുടെ അമ്മ എന്തെങ്കിലും സൈഡിൽ കൂടി കുറച്ച് പണികളും കൂടി തന്നാൽ അതും കൂടി ഒന്ന് ചെയ്ത് കൊടുക്കണം. അമ്മ എനിക്ക് ഭാരിച്ച പണികളൊന്നും തരല്ലേ കേട്ടല്ലോ. എനിക്ക് വിയർപ്പിൻ്റെ അസുഖമുണ്ട്. അത് പറഞ്ഞു നോക്കത്തില്ല. തിന്നാനുണ്ടെങ്കിൽ എന്നെ വിളിക്കണം. അതൊന്നും രക്ഷയില്ല. ഇതെല്ലാം ചെയ്ത് തന്നേ പറ്റൂ. ഭാരിച്ച ജോലികൾ വേണം മക്കളെ ചെയ്യാനേ. ഞങ്ങൾ അതെല്ലാം കഴിഞ്ഞ് വന്നവരാ. അപ്പം നിങ്ങളും ഭാരിച്ച ജോലികളെല്ലാം ചെയ്യും. മക്കൾക്ക് എന്തോ വേണ്ടേ? മോൾ മാറിയിട്ട് വേറെ പഴം ഉണ്ടോന്നോ? പുതിയ ഏത് പഴവാ? വേറെ ഏത് പഴവാ വേണ്ടേന്ന് പറ, പേര് പറ. നമ്മൾ 16-13 കൂട്ടം കറികളില്ലേ സദ്യക്ക്? അത്രയും കറികൾ ഉണ്ടാക്കിയിട്ട് സദ്യ കഴിക്കണം. എന്നോട് ചോദിച്ചതല്ലോ, ഞാൻ പറഞ്ഞു വെച്ച് നോക്കാം. എന്നതാ എഴുതുന്നത്? ടീയോ? ഐസ്ക്രീം എഴുതി കഴിഞ്ഞോ? ഫുൾ എഴുതിയോ? എന്നിട്ട് ഇമ്മീനെ കാണിച്ചില്ലല്ലോ ഫുൾ എഴുതിയിട്ട്. എല്ലാം മനസ്സിലായി. അതെനിക്കറിയത്തില്ല, ഞാൻ വെച്ചിട്ടില്ല. വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. കൂട്ടുകൂളി ഇട്ട് മുട്ടക്കറിയൊക്കെ വെച്ചിട്ടുണ്ട്. അത് പ്രസവക്കാരുടെ. അമ്മ വെറൈറ്റി വൈബ് നോക്കണം അമ്മ. ഐശു എന്നാ അപ്പാപ്പ പിച്ചോ വേണ്ടേ? മിഠാ വേണോ? പുട്ടായി വേണോ? മമ്മായി ഫോൺ വിളിക്കേ. ഐശു സുബി വയറിളകത്തില്ലയോ? സുബി നോക്കിയപ്പോ ഒരു ഭംഗിക്കുറവ്. തോട്ടുകൂടി ഇട്ട് വെച്ച് നോക്കാം. അമ്മ അങ്ങനെ നമ്മൾ വെറൈറ്റി വൈബുകളെ കുറിച്ച് ചിന്തിക്കണം അമ്മ. അങ്ങനെയൊക്കെ ആയിരിക്കും അമ്മ ഓരോ വെറൈറ്റികൾ ഉണ്ടാവുന്നത്. അല്ല തങ്കമ്മ, അങ്ങനെ ആയിരിക്കത്തില്ല ഓരോ വെറൈറ്റികളൊക്കെ കണ്ടുപിടിക്കുന്നത്. കുടംപുളി രസം, പേരിൽ തന്നെ ഒരു വൈബുണ്ട്. രസം നല്ല വെട്ടി തിളക്കട്ടെ. 3-4 ദിവസം ഇരിക്കും. നല്ല ഉണങ്ങിയ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ച് വെക്കണം. അമ്മ അപ്പൊ ഇന്നത്തേക്കല്ലേ വെച്ചേ? ഇന്നത്തേക്ക് വെച്ച് ബാലൻസ് കാണുമല്ലോ. അങ്ങനെ ഞാൻ വെച്ചിനി ഒഴിച്ചിനി 3-4 ദിവസത്തേക്ക് വെക്കാനുള്ള പ്ലാനാണ്. അമ്മ ഒരു ദിവസം കൂട്ടുന്നതേ കഷ്ടിച്ചാ. അമ്മ രസം റെഡിയായോ? ഇപ്പൊ കൂടെ വെക്കാൻ തുടങ്ങിയതല്ലേ? രസത്തിന് എന്തോ മണിക്കൂർ വേണം. അത് കൊള്ളാം. മിടുക്കയാണല്ലോ അമ്മ. ചമ്മന്തി അമ്മ ചുട്ടരച്ച തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയാലോ? അമ്മ ചുട്ടരച്ച് ഇപ്പൊ ചുടാൻ സമയമില്ല, അരയ്ക്കാനും സമയമില്ല. ഉള്ള ചമ്മന്തി ചിന്തിക്കണോ? ചുട്ടരച്ച ചമ്മന്തി നമുക്ക് നാളെ ഉണ്ടാക്കാം. നാളെ ചമ്മന്തി
അത് തേങ്ങ പൂളി അടുപ്പിക്കൊണ്ട് ചുട്ട്. കവി എന്താണോ ഉദ്ദേശിച്ചത്? ആടെ ചമ്മന്തി അരയ്ക്കാനുള്ള തേങ്ങ. നോ മിഠായി, ഡെമ്മി മിഠായി. മെഴുക്കോട്ട് വെച്ച് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കുക. ഞാൻ എന്തുണ്ടാക്കി കൊടുത്താലും അമ്മ കഴിക്കത്തില്ലേ അമ്മ? പിന്നെ പഞ്ചാമൃതം പോലെ ഞാൻ കഴിക്കും. അമ്മ കുറ്റം ഒന്നും പറയില്ല കേട്ടോ. കുറ്റം പറയാനൊന്നും സമയമില്ല. ഗുഡ് ഗുഡ് അമ്മ ഗുഡാ. എന്തിനു കുറ്റം പറയുന്നു? ചമ്മന്തിക്ക്. എന്നിട്ട് ചമ്മന്തിയൊക്കെ നമുക്ക് അമ്മക്കല്ലേ അരച്ചെടുക്കണം അല്ലേ? അതാണ് തോരനാവോ? ഇല്ല അമ്മ, ഇങ്ങനെ അരിയുന്നത് ഇത് നീളത്തിൽ അരിയുന്നത് മെഴുക്കുവരട്ടിക്കല്ലേ? എന്റെ ഐശുമോക്കല്ലേ, തരൂടാ. ആണോ? ചമ്മന്തിയാ? ഉപ്പ് നോക്കിയേ, ഉപ്പ് നോക്കിയേ, കൊള്ളാവോ നോക്കിയേ. പൊന്നുമോളല്ലയോ? അതിന്റെ വേണ്ടാത്ത ഞാനോ ഞാനോ ഇച്ചിച്ചിയാണോ? എടി ഭയങ്കരി വീട്ടിൽ ഇപ്പൊ വെക്കാൻ കുഞ്ഞിനെ അവിടെ വെയ്. നീ കൈ ഇട്ടുമായിരുന്നതിന് കുഴപ്പമുണ്ടോ? ചമ്മന്തി അല്ല, ഇനി അതിനും കൈയുടെ ഒരു കമന്റ് വേണ്ട. കൈപ്പുണ്യം വേണം. വേണ്ട, കൈപ്പുണ്യം ഇപ്പൊ വരും. ഇതാണ് കൈപ്പുണ്യം. കൈയുടെ വെള്ളയിലാണോ കൈപ്പുണ്യം? പിന്നെ ഇങ്ങനെ വിടണം. ഒരു തേങ്ങ ഇങ്ങനെ എടുത്തോണ്ട് ഒരു വട്ടയപ്പം ഉണ്ടാക്കാനായിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. അമ്മ ഇത് ഞാൻ വിചാരിച്ചത് ഉണ്ണിയപ്പത്തിന്റെ ആണ്. അല്ല, വട്ടയപ്പം. അതവിടെ വെയ്. തേങ്ങ മാത്രം വന്നിട്ട് എന്തോ കാര്യം സഹിക്കാനാ? കൊടുവാള് വേണം, അതിന് ചകിരി കളയണം. മോശമായിപ്പോയി. മരുമോളെ വെള്ളത്തിയിട്ടിട്ട് വെട്ട്. ഇത് അടയ്ക്കാൻ അടപ്പെടുക്കണം കേട്ടോ. അമ്മ ചെതമ്പലില്ലാത്ത മീൻ വേണം വാങ്ങിക്കാൻ. നമുക്ക് ചെതമ്പലില്ലാത്ത മീനേ. ഇതും കൂടി അവർക്ക് കഴുകി അല്ലേ പാക്കറ്റിലാക്കി കൊടുത്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു. അങ്ങനെയുണ്ടോ? പിന്നെ ഉണക്ക മീനോ? ക്ലീൻ ചെയ്തതോ? അല്ല ചെവി ഇതൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചാൽ എളുപ്പമായിരുന്നു. നമ്മളിതൊക്കെ വെച്ച് കഴിയുമ്പോൾ ആരെങ്കിലും ഒരു മന്തി വാങ്ങിച്ചോണ്ട് വീട്ടിലോട്ട് വന്നെങ്കിൽ അടിപൊളി വൈബ്. അമ്മ ഫ്രീസറിലല്ലേ ഉണക്കമീൻ വെക്കുന്നേ? തേങ്ങാവെള്ളമില്ല, വെള്ളത്തിനേ ക്ഷാമം. അര ഉൾക്കട്ടിയുള്ള തേങ്ങയാണ്. അപ്പോൾ വെള്ളം ഉള്ളതാണ് കുടിക്കാം. ആഹാ, എന്തൊരു മധുരം. ആഹാ, അന്തസ്. അതല്ലേ അമ്മ ഉദ്ദേശിച്ചത്? ആ രണ്ട് സൈഡ് തലയുടെ അങ്ങനെ എടുക്കാനാ പറഞ്ഞേ. ഉണക്കമീൻ വെട്ടാൻ എനിക്ക് അറിയാത്ത പോലെ. അവൻ നീ പിന്നെ ചോദിച്ചു എന്തിനാ എൻ്റെ അടുത്ത്? അമ്മ തല വേണോ ചോദിച്ചാൽ വേണോ, അല്ലെങ്കിൽ വേണ്ടാന്നേ പറയാം. ബാക്കിയൊക്കെ ഞാൻ ചെയ്യും. വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ തല വേണ്ടേ? അപ്പോ അങ്ങനെ എടുക്കാനാ പറഞ്ഞത്. പിന്നെ കൂടെ ചോദിക്കരുത്. ഒരു കാര്യം ഒരു വട്ടമേ ചോദിക്കാവൂ. സുബി നോട്ട് ചെയ്ത് വെച്ചോ. ശരിയാവത്തില്ല. അമ്മയുടെ ഒരു കാര്യം ഒരു പ്രാവശ്യത്തിൽ കൂടുതൽ നമ്മൾ ചോദിക്കല്ല. സുബിക്ക് വേണ്ടി മാത്രമേ ഉണക്കമീൻ ഞാനിങ്ങനെ. ഐഷു, നീ ഇപ്പോൾ ഇവിടെ വഴക്കുണ്ടാക്കിയ അണ്ണനെ, പാവ അണ്ണനെ അടിയും കൊടുത്ത് വിട്ടു.
കേട്ടോ. ഓ പാവോ, അത് മാത്രം ഐശ്വര്യ ഇഷ്ടപ്പെട്ടില്ല. ഐശു ഇത് ശരിയായ കാര്യമല്ല. പെട്ടെന്ന് എനിക്ക് വന്നേ മറ്റേ മിഠായി തിന്നാൻ നിനക്ക് വേണ്ടി ഒരു പെട്ടെന്ന് ഇത് മുട്ടായി തന്നപ്പോൾ അത് ക്ഷേണം തന്നെയല്ല കഴിക്കുന്നത്. അമ്മ ആരോടായി പറയുന്നത്? ഐശുവിൻ്റെ അടുത്ത് സുബി, അക്കു അവിടെ മിഠായി കടയുടെ ഓണറാണോ? വേണ്ടേ? ഐശു, അക്കു മിഠായി കടയുടെ ഓണറാണോ അവിടെ? വട്ടായപ്പത്തിൻ്റെ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നു. തേങ്ങ, ജീരകം, ഏലക്ക അരച്ച്. അമ്മക്ക് സ്പീഡാ. പോര് പോര് പോര്. അതൊക്കെ അറിയായിരുന്നു. അണ്ണാമ്മ മുട്ടായി തിന്നെന്ന് അവൾക്ക് വേണമെന്ന്. അതിന് അക്കുവിനെ വിളിക്കാന്ന് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞത്. ഓ സുബി ബുദ്ധിമാനാ. വായിൽ ആർക്കുന്നിടം വരെ ഇങ്ങോട്ട് വന്നോ നോക്ക്. പിന്നെന്താ ഇപ്പൊ ഉടനെ പൊന്നു ഉണക്കമീൻ വെട്ടുവാ ഞാൻ മാറിക്ക്. ഫൈനലി നമ്മൾ നല്ല വെളുത്ത് നമ്മുടെ മീൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അമ്മ നോക്കമ്മ, മീൻ നല്ല വെളുത്ത്. തങ്കമ്മ പറയാം ഞാനിങ്ങനൊന്നും ചെയ്യത്തില്ലെന്ന്. വെളുപ്പിച്ചല്ല അത് മതി. വെളുത്തിരിക്കാൻ വെളുപ്പിക്കാനത്ത് പാട്. തിങ്ങിയ പയറ് മെഴുക്കോട്ടി അങ്ങനെ റെഡിയായി. ഇനി 2 പപ്പടവും പൊരിച്ച് ഉണക്കമീനും പൊരിച്ച് ലഞ്ച് വിളവി കാണിക്കാം. ചമ്മന്തി തോരൻ ഉണക്കമീനെ കൂട്ടി കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് മന്തിക്ക് കിട്ടുമോ അമ്മ? ആ മന്തി ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ വരും. അമ്മ നമുക്ക് ഇതൊക്കെ മതി അമ്മ, ഇതെൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാ. പൊതി കെട്ടണം, പൊതി കെട്ടണം. പക്ഷെ അമ്മ വയ്ക്കുമ്പോൾ മസാല ചേർക്കത്തില്ലല്ലോ. ഇല്ല, സുബിക്ക് ഇതല്ലേ ഇഷ്ടം. ഞാൻ ഇതും കഴിക്കാം, അത് പിന്നെ കഴിച്ച ശീലമായതുകൊണ്ട് അതും കഴിക്കുന്നുണ്ടോ. ഞാൻ സുബിക്ക് ഇഷ്ടമുണ്ട്. ഞാൻ ഇവിടെ ഞാൻ ഇടത്തില്ല. തങ്കുമ്മ ആരാ മുതല്? പണ്ടത്തെ ഹോട്ടലുകാരി, ഷീജ ഹോട്ടലുകാരിയുടെ മോളാ. അറിയാമോ? 10,000 ഷീജ ഹോട്ടൽ നബീസ ബീവിയെ. നബീസ ബീവിയുടെ മോളാ. പരസ്യമായി. അത് ഓക്കെ ആവും, നീ നോക്കിക്കോ. ഇപ്പൊ ഓക്കെ ആയി വരുന്ന നോക്കിക്കോ. അത് പറഞ്ഞേ. ചുട്ട പപ്പടം ഗൈസ്. ഗേൾസ്, ചുട്ട പപ്പടം ഗേൾസ്. അമ്മ എണ്ണ ഇല്ലല്ലോ അല്ലേ? അല്ലേ പൊരിച്ചു തീർന്നു. അത് ഇനി ഇതാക്കണ്ടല്ലോ. അമ്മ ഇത് നമ്മൾ ചുട്ടെടുക്കാം. ഇത് കൊള്ളാലോ, അവിടെ പൊരിക്കുന്നു ഇവിടെ തിന്നുന്നു. ഇപ്പൊ കൊള്ളാമോ? എങ്ങനെയുണ്ട്? ടേസ്റ്റി സൂപ്പറാണോ? തങ്കു അമ്മച്ചി സ്പെഷ്യൽ ഡ്രസ്സാ. എൻ്റെ തേങ്ങ ഇട്ട മെഴുക്ക് വരട്ടെ. തേങ്ങ ഇട്ട മെഴുക്ക് വരട്ടെ. മതി മതി മതി. കഴിക്കാം, അമ്മച്ചിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഓ കഷ്ടം കഷ്ടം കഷ്ടം. ഉണക്കമീൻ. ആ ഹലോ ഫ്രണ്ട്സ്, നിങ്ങളൊക്കെ ഫുഡ് കഴിച്ചോ? ആണ്ടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എല്ലാവരും ബായോ. അണ്ട് അച്ചിങ്ങപ്പയർ, രസം, ചമ്മന്തി, പപ്പടം, ഉണക്കമീൻ, ചാമ്പയ്ക്ക, അച്ചാർ എല്ലാം കൂടെ ഇട്ട് ഒരു പിടി പിടിക്കാം. ഫ്രണ്ട്സൊക്കെ കഴിക്കാൻ ബായോ. മരുമക്കൾ 2 പേരും ഇങ്ങോട്ട് വന്നേ. ഓരോ ഉരുള അമ്മയുടെ ഉരുളൊന്നും ഉണ്ട്, നോക്ക് രുചി എങ്ങനെ ഉണ്ടെന്ന് അറിയാം. കൊച്ചു
നമ്മുടെ കൈപുണ്യം കൈപ്പുണ്യം കയ്യിലെ കൈപുണ്യം അതിനകത്തോട്ട് ഇറങ്ങട്ടെ. വരുമകളെ, ഇത് മൂത്ത മോള്. സൂപ്പറമ്മ, അവോളം കൈപ്പുണ്യം ഇറങ്ങിയിട്ടുണ്ട്. ആഹാ, രണ്ടാമത്തെ മോള് വരട്ടെ. ഞങ്ങൾ ഇന്ന് ഹാപ്പി ആയിട്ടായിരിക്കും. നമ്മൾ അങ്ങോട്ട് കാണുക. കഴിച്ചേ. ഇതോടുകൂടി ഞങ്ങളുടെ ലഞ്ചിൻ്റെ വീഡിയോ കഴിഞ്ഞിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.